രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി നമ്മുടെ ബീഡി തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും പ്രധാനപ്പെട്ട 4-5 മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് ഈ പോസ്റ്റ് ഓഫീസ് സമരം നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് നമ്മുടെ ബീഡി തൊഴിലാളികൾ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. പുതിയ വേജ് കോഡിൻ്റെ ഭാഗമായിട്ട് ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ടി കെ രാജേട്ടനാണ് നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ടി കെ രാജേട്ടനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഭാസ്കരേട്ടൻ സംബന്ധിക്കുന്നുണ്ട്. ഭാസ്കരേട്ടൻ നേരത്തെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഭാസ്കരേട്ടനെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ CI2 ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സംബന്ധിക്കുന്നുണ്ട്. ഗിരികൃഷ്ണനെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M സരോജിനി, ഗോപി, രമണി തുടങ്ങിയ സഖാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളും ഫാക്ടറി കമ്മിറ്റി അംഗങ്ങളും ടെലിഫോൺ ബീഡി തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നാട്ടുകാരെയും ഈ പരിപാടിക്ക് നമുക്കറിയാം, ഇന്ത്യയിലെ ബീഡി തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഫെഡറേഷൻ ഇത്തരത്തിലുള്ളൊരു സമരത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ കൂലി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് നിശ്ചയിക്കാത്തതിൻ്റെ ഫലമായി തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ മേഖലയിലെ ഓരോ ബീഡി വ്യവസായികളും അവർക്ക് തോന്നുന്ന നിലയിലുള്ള ഒരു വേതനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും മെച്ചപ്പെട്ട ഒരു കൂലി വ്യവസ്ഥ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്താകമാനം നടപ്പിലാക്കിയാൽ മാത്രമേ ആ തൊഴിലാളികൾക്ക് ഇന്നുള്ള വേതനത്തിൽ നിന്നും അല്പമെങ്കിലും മെച്ചപ്പെട്ട നിലയിലുള്ള വരുമാനം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമുക്കറിയാം, കേവലം 200 അവസ്ഥയല്ല നമുക്ക് നമ്മുടെ ജില്ലയിലും കേരളത്തിലും അതുപോലെ ദേശീയ അടിസ്ഥാനത്തിലും കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെന്റ് നൽകുന്ന കൂലി ബന്ധപ്പെട്ട ഇടനിലക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ നിരവധി ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പ്
വീട്ടുതൊഴിലാളികൾക്ക് നൽകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഫലമായി തന്നെ ഒരു ആനുകൂല്യങ്ങളും കൊടുക്കണ്ട എന്ന നിലപാടാണ് മാനേജ്മെന്റ് ആയാലും വീട് മുതലാളിമാരായും സ്വീകരിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ നൽകുന്ന സ്കോളർഷിപ്പ് ആയാലും മറ്റ് ക്ഷേമ പദ്ധതികളായാലും ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയിൽ തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും നൽകാത്തതിന്റെ ഫലമായി തന്നെ നരക തുല്യമായ ജീവിതമാണ് ഭാര്യ പിടിത്തൊഴിലാളിയായാലും ടെലിഫോൺ പിടിത്തൊഴിലാളിയായാലും വിദേശ പിടിത്തൊഴിലാളി മക്കളെ ഭാരതപുരിക്ക് വേറൊരു കൂലി, സാധുപുരിക്ക് വേറൊരു കൂലി, അങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കിടത്തട്ടുകാരെ ചൂഷണം ചെയ്യുന്ന അങ്ങാടിമാർ, കരാറുകാർ, കരാറുകാർ, കമ്പനി കരാറുകാർ, ഈ രൂപത്തിലെല്ലാമുള്ള ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദേശീയ മിനിമം കൂലി പ്രഖ്യാപിക്കും. ദേശീയമായ കൂലി എന്നത് പൂർണ്ണമായിട്ട് മനസ്സിലായി. തൊഴിൽ നിയമ ഭേദഗതി വ്യവസായ സ്ഥാപനത്തെ രക്ഷിക്കാനും വ്യവസായ അച്ചടക്കം ഉണ്ടാക്കാനും നല്ല രൂപത്തിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ നിയമം ഭേദഗതി ചെയ്തത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. 21 നിയമങ്ങൾ കൂട്ടിയൊഴിപ്പിച്ചിട്ട് 4 കൂടുതലാക്കി മാറ്റി. വർഷങ്ങളായി നിലനിൽക്കുന്ന ഭൂമി സ്വീകാര നിയമം, സംരക്ഷണ നിയമം, ക്ഷേമ പദ്ധതി അത് ഇല്ലാതായി. രാജ്യത്തുള്ള എല്ലാ ക്ഷേമ പദ്ധതിയിലും കേരള സംസ്ഥാനം 27 ക്ഷേമ പദ്ധതി പറയുന്നത്. എല്ലാ ക്ഷേമ പദ്ധതികളും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേമ പദ്ധതി മതി എന്നാണ് മോഡി പറയുന്നത്. എന്താ ലക്ഷ്യം? പാവപ്പെട്ട തൊഴിലാളിയുടെ കോടിക്കണക്കായ ഉറപ്പിയാണ് വിവിധ ക്ഷേമ പദ്ധതി നിക്ഷേപിച്ച് കിടക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ്. കേരളത്തിലെ മോട്ടോർ തൊഴിലാളി ക്ഷേമത്തിൽ മാത്രം 1200 കോടി രൂപയാണ് നിക്ഷേപം. അങ്ങനെ നിക്ഷേപമെല്ലാം കൈക്കലാക്കി അത് സാരദേശ രംഗത്തിൻ്റെ നടന്ന പോലെ ഭൂടപ്പെടുന്ന നിക്ഷേപം കൊണ്ടുപോയി ഷെയർമാർക്ക് നിക്ഷേപിച്ചത് പോലെ ഷെയർമാർക്ക് നിക്ഷേപിച്ച് പണം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് ധനകാര്യമന്ത്രി ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായും നമ്മൾ ചൂതാട്ടത്തിന് നമ്മളെ പണം വിനിയോഗിച്ചാൽ നമുക്കിപ്പോൾ അവസാനം കിട്ടുന്ന രൂപത്തിൽ പരിമിതമായ ആനുകൂല്യം പോലും ഉണ്ടാവും. ഞാൻ സൂചിപ്പിക്കുന്നത് രാജ്യം ഭരിക്കുന്ന BJP പാസ്സാക്കിയ നിയമങ്ങളെല്ലാം നമ്മൾ രക്ഷിക്കാനല്ല. കുറേ തീരുമാനിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനും തൊഴിൽ മന്ത്രി CT നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ശിവൻകുട്ടി ആയതുകൊണ്ട് ഇവിടെ നടപ്പാക്കിയില്ല. 19 സംസ്ഥാനത്ത് നടപ്പാക്കി. ഞാൻ വെറുതെ പറയുന്നതല്ല. ഗുജറാത്തിൽ നടപ്പാക്കിയപ്പോൾ അവിടുത്തെ തൊഴിലാളി വീട് തൊഴിലാളി 12 മണിക്കൂർ കൂലി തിരക്കണം. ഫാക്ടറി തൊഴിലാളി 12 മണിക്കൂർ ജോലി ചെയ്യണം. കമ്പനി തൊഴിലാളി 12 മണിക്കൂർ ജോലി ചെയ്യണം. സർക്കാർ ജീവനക്കാരൻ ചെയ്യണം 12 മണിക്കൂർ. എല്ലാവർക്കും ബാധകമാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്ക് 12 മണിക്കൂർ ജോലി ചെയ്താലേ 8 മണിക്കൂർ കൂലി കൊടുക്കേണ്ടതുള്ളൂ. ജോലി സ്ഥിരതയില്ല. എല്ലാവരെയും ദിവസക്കൂലിക്കാരാക്കി മാറ്റി. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റാണ്. നിശ്ചിതകാലത്തേക്ക് ജോലി, നിശ്ചിതകാലത്തേക്ക് കൂലി. നിങ്ങളെപ്പോലെ തന്നെ വീട് തൊഴിലാളികൾക്ക് നിർത്താനേ കൂലിയുള്ളൂ. അതുകൊണ്ട് ഇപ്പം പറയുന്നത് എന്താ? സർക്കാർ ജീവനക്കാരായാലും കൊള്ളാം, കമ്പനിക്കാരായാലും തിരക്കില്ല, ഏത് ഷോപ്പിലെ തൊഴിലാളി തിരക്കിടില്ല. കരാറാണ്. ഒരു കൊല്ലത്തേക്ക് തിരിക്കുന്ന കൂലി വേണം. ജോലി സ്ഥിരത കൊടുക്കണ്ട, പ്രൗഢ ഫണ്ട് കൊടുക്കണ്ട, ജീവിതവിദ്യാഭ്യാസം കൊടുക്കണ്ട, അതുപോലെ PF വേണ്ട, ESI വേണ്ട, ഈ പറഞ്ഞ പിരിയുമ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കണ്ട, പെൻഷൻ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. എല്ലാവരെയും ദിവസക്കൂലിക്കാരാക്കി മാറ്റാനായിട്ട് നിയമമാണ് പാസ്സാക്കി നടപ്പാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കേരളം ഭരിക്കുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടുത്തെ പാവപ്പെട്ട EMS തൊഴിലാളി, വൈദ്യുതി തൊഴിലാളി മനസ്സിലാക്കിയത് ഞങ്ങൾക്കറിയില്ല. അവർ ഭരിക്കുന്ന 19 സംസ്ഥാനത്ത് നടപ്പാക്കി. അടുത്ത കാലത്ത് 18 പേർക്ക് അറിയാലോ, തമിഴ്നാട്ടിൽ കർണാടകയിലും വലിയ സമരം നടത്തി. അവിടെ CNA വലിയ സമരത്തിൽ സാംസങ് കമ്പനി തമിഴ്നാട്ടിലെ സമരം നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ. 1616 തൊഴിലാളിയെ പിടിച്ചുവിട്ടില്ല. അവിടെ അതിശക്തമായ സമരം അത് തൽക്കാലം മുതലാളി പുറകോട്ട് വന്നു. പക്ഷേ രാജ്യത്തെ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി തൊഴിലാളിക്ക് ജോലി സ്ഥിരത വേണ്ട. സ്ത്രീ തൊഴിലാളികൾക്ക് പ്രസവകാല ആനുകൂല്യം ഈ നമ്മുടെ രാജ്യത്തെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇനി മുതൽ അത് കൊടുക്കേണ്ടതില്ല. പ്രൗഢം ഫണ്ട് നമുക്കറിയാം തൊഴിലാളികൾ നമ്മൾ പലതായിരിക്കും. വീട് തൊഴിലാളി സംബന്ധിച്ച് പ്രൗഢം ഫണ്ട് വലിയ സങ്കല്പമാണ്, ഒരു സ്വപ്നമാണ്. പ്രിയപ്പെട്ടവരെ അതില്ല, ഈ കൊടുക്കേണ്ടതില്ല. പ്രൗഢം ഫണ്ട് എന്ന സംവിധാനമേ ഇല്ല. നമ്മളോട് ആവശ്യപ്പെടുന്ന ESIയുമായി ബന്ധപ്പെട്ട പ്രശ്നം നിസ്സാരപ്പെട്ട കാര്യമാണ്. പാവപ്പെട്ട തൊഴിലാളികളെ ശുശ്രൂഷിക്കുന്നതിന് ആരോഗ്യപരമായ സമരത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ESI സമ്പ്രദായം. ആ ESI സമ്പ്രദായവും വേണ്ടത് നോക്കുകയാണ്. കേരളത്തിലെ ESI ആസ്തിയുടെ സൗകര്യങ്ങളെല്ലാം പൊട്ടിക്കോ. ഈ ജില്ലക്ക് എന്താ സൗകര്യം? ഉള്ള ESIക്കാർക്ക് ഇവിടെ വല്ല സൗകര്യമുണ്ട്. സൗകര്യങ്ങൾ ഏർപ്പെടുത്താതിരിക്കുന്ന കാര്യം അത് ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അതിനുവേണ്ടി തുടക്കമാണ് നമ്മൾ കണ്ടുകൊള്ളുന്നത്. ഈ ഇതിനേക്കാളും മോഡി മുന്നോട്ട് പോകും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഫിക്സഡ് ടൈം എംപ്ലോയറിന് തിരക്കേടില്ല, ദിവസക്കൂലിയാൻ തിരക്കേടില്ല, ജോലി സ്ഥിരതയാൻ തിരക്കേടില്ല. ഇതെല്ലാം അപ്പുറം ഇനി മുതൽ സംഘടിക്കാൻ പാടില്ല. ഇതുപോലെ സമരം നടത്താൻ വേണ്ടി പാടില്ല. നമ്മുടെ നേതാവിനെ ചെയ്തിട്ട് നമ്മളല്ലേ, നമ്മുടെ നേതാവിനെ ചെയ്തിട്ട് നമ്മളല്ലേ. ഇത് പാടില്ല. വീട് തൊഴിലാളി നേതാവ് വീട് തൊഴിലാളി മാത്രം മതി. മോട്ടോർ തൊഴിലാളി നേതാവ് മോട്ടോർ തൊഴിലാളി മാത്രം മതി. പുറമേ നിന്നൊരാളും അവരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഇനി മുതൽ പുറമേ നിന്നുള്ള ആൾക്കാരെ നിങ്ങൾ
തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടില്ലെന്ന് പരസ്യമായ നിയമം മാറ്റിയിരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ രാഷ്ട്രീയം പഠിക്കാൻ പാടില്ല, ഗവൺമെൻറ്റിനെ ചിന്തിക്കാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പാടില്ല, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല, തൊഴിലാളി വർഗപരമായി വരാൻ വേണ്ടി പാടില്ല. ഒരു വർഗം ഒറ്റക്കെട്ടായി നിന്ന് പോരടിച്ചാൽ തൻ്റെ അധികാരക്കൊത്ത തകരും എന്നവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പണിയെടുത്താൽ കൂലി കിട്ടുന്നില്ല, കിട്ടുന്നവരോട് ജീവിക്കാൻ സാധിക്കുന്നില്ല, രാജ്യത്താകെ പട്ടിണിയാണ്, അതുകൊണ്ട് ഈ ഭരണം കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ തോൽപ്പിച്ചത്. ഇത് ഭാവിയിൽ വലിയ തോതിൽ വരും എന്ന് കണ്ടതുകൊണ്ടാണ് സംഘടിത മേഖലയിലെ തൊഴിലാളികളെ അസംഘടിതരാക്കി മാറ്റി അരാഷ്ട്രീയവാദികളാക്കി മാറ്റി അവരെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ആവശ്യമായ തരത്തിലാണ് ഈ നിയമനിർമ്മാണം എന്ന കാര്യവും നമ്മൾ ഗൗരവപൂർവ്വം കാണുന്നത്. അതുകൊണ്ട് ഈ നയത്തിലേക്ക് പോരാട്ടം ജൂലൈ മാസം നമ്മൾ വലിയ പണിമുടക്കം നടത്തി. 26 കോടി തൊഴിലാളികൾ പങ്കെടുത്തു. 26 കോടി തൊഴിലാളികൾ. ഈ കഴിഞ്ഞ 16-ാം തീയതി വീണ്ടും നമ്മൾ ഡൽഹിയിൽ ചേർന്നു. കർഷക തൊഴിലാളികളും കൃഷിക്കാരും തൊഴിലാളികളെ സംയുക്തമായി ചേർന്നപ്പോൾ തീരുമാനിച്ചത് ഈ നിയമം പിൻവലിക്കുന്നവരെ സമരമെന്നാണ്. നവംബർ ഡിസംബർ മാസത്തിൽ വീണ്ടും നമ്മൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. ഏകദിന പണിമുടക്കല്ല, ഈ നിയമം മാറ്റുന്നവരെ പണിമുടക്കണമെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പയിൻ നടക്കണം. പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളുടെ അപകടം മനസ്സിലാവണം. CIT-കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഇടതുപക്ഷക്കാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട തൊഴിലാളികൾക്കും ഇതിൻ്റെ ഗൗരവം വരണം. ഇത് എൻ്റെ ജീവിതത്തെ തകർക്കുന്ന, എൻ്റെ കുടുംബത്തെ തകർക്കുന്ന നിയമമാണ്. ഈ നിയമം വേണ്ട എന്ന് ഒറ്റക്കെട്ടായി പറയുന്ന തരത്തിലേക്ക് പ്രചരണം വ്യാപകം നടത്തണം. അതിനാവശ്യമായ ക്യാമ്പയിൻ നമുക്ക് തുടരാം. നമ്മുടെ ജില്ലക്കകത്തെ താലൂക്കിനകത്തെ മുഴുവൻ വീട് തൊഴിലാളികൾ അണിനിരത്തി നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും CIT പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിക്കും. ആവശ്യങ്ങൾ അനുവദിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമല്ല നടത്തുന്നത്. പുതിയ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഴിഞ്ഞ കുറെ കാലമായിട്ട് സമരം നടത്തുന്നില്ല. നിലവിലുള്ള ആനുകൂല്യങ്ങളും നിലവിലുള്ള വ്യവസ്ഥകളും അത് തുടരണം. ഇന്ത്യ രാജ്യത്ത് ജനിച്ചുപോയ ഈ മണ്ണിൽ മരിക്കുമ്പോഴും ജീവിക്കുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം വീണ്ടും സമരത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. നേരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്യത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾ ആ രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ആ ജനങ്ങളുടെ എല്ലാവിധ സാഹചര്യവും ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP-യുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ സാധാരണക്കാരായ തൊഴിലാളികളെയോ ജനങ്ങളെയോ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയോ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഏതൊരു സംവിധാനവും ഒരുക്കുന്നില്ല, ഒരു നിയമനിർമ്മാണം ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അനുഭവിച്ചു തന്നതല്ല. അധ്വാനിക്ക് തൊഴിലാളികളുടെ പ്രസ്ഥാനമായ തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ പോരാട്ട സമരങ്ങൾ നടത്തി, ഒട്ടനവധി പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്ത ആനുകൂല്യങ്ങളാണ്. ആ ആനുകൂല്യങ്ങളെല്ലാം ഏകപക്ഷീയമായി നിഷേധിച്ചുകൊണ്ട് പുതിയതായി ഈ രംഗത്ത് ഇവിടെ ജീവിക്കേണ്ട സാധാരണക്കാരായ തൊഴിലാളികൾ ജീവിക്കേണ്ടതില്ല എന്നതിന്റെ അർത്ഥം ആ രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് വൻകിട മുതലാളിമാരെ മാത്രം സഹായിക്കുന്ന സമീപനം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ഈ നാട്ടിലെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരും തൊഴിലാളികളെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ വരും നാളുകളിലും ഇവരുടെ നയങ്ങൾ ഇവരുടെ തീരുമാനങ്ങൾ മാറ്റുന്നില്ല എങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അസാധിക തൊഴിലാളികളുടെ പ്രസ്ഥാനമായ CIT തീരുമാനിക്കും. ആ CIT ആഹ്വാനം ചെയ്യുന്ന എല്ലാവിധ പ്രക്ഷോഭ പരിപാടികളിലും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി സഹാക്കളും തൊഴിലാളികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവരുടെ നയം മാറ്റുന്നത് വരെയുള്ള ഒരു പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കണം. അങ്ങനെ നടക്കുന്ന സമരത്തെ എല്ലാവിധ രീതിയിലും സഹായിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു. സമരമാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. ഇത് രാഷ്ട്രീയമായി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയുള്ള സമരമല്ല. CIT-യിൽപ്പെട്ട 10,000-കണക്കായ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പോലെ മറ്റ് സംഘടനകളും ലക്ഷക്കണക്കായ തൊഴിലാളികൾ നമ്മൾ ഇന്ത്യ രാജ്യത്തുണ്ട്. 80 ലക്ഷം തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്നു എന്നതാണ് ഗവൺമെൻറ് നമ്മൾ സംഘടനയുടെ ഏകദേശ കണക്ക്. അതെല്ലാം തന്നെ നമ്മളെക്കാൾ പരിതാപകരമായ രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അവകാശബോധം തട്ടിവുണർത്തി ഇതെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി മോഡി സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നടപടിക്കെതിരെ അതിശക്തമായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും നമ്മൾ തൊഴിലാളികളുടെ പങ്കാളികളാകണം. ഏറ്റവും കുറഞ്ഞ വരുമാനം വാങ്ങിക്കൊണ്ട് ജീവിതം പുലർത്തി പോന്ന ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ
പരിഹരിക്കുന്നതിനോ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നിലനിർത്തി തൊഴിലാളികളെ സഹായിക്കുന്നതിനോ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ തൊഴിലാളികൾ ഈ പൊരിവെയിലത്തും ഇത്തരത്തിലുള്ള സമരം നടത്തുന്നതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത്. എത്രയോ വർഷങ്ങളായി ഇവിടെ തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ഏകപക്ഷീയമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ തുടർന്നു വരുന്ന നയങ്ങൾ. ഇത്തരം നയങ്ങൾക്കെതിരെ വരും കാലങ്ങളിൽ ഇവിടെ തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തുന്ന സമര പരിപാടികൾക്ക് ഈ നാട്ടുകാരുടെയും എല്ലാ സഖാക്കളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ
നിങ്ങൾക്കും NPCI വഴി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.